എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തെരണ്ടിയാണ് കറി വയ്ക്കാൻ പോണത്. എൻ്റെ ഹസ്ബൻഡ് അച്ഛനാന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അച്ഛൻ എനിക്ക് കുറച്ച് തെരണ്ടി വാങ്ങിച്ചു തന്നു. തെരണ്ടി ഇത് 1/2 കിലോ ഇല്ല, ഒരു 300 ഗ്രാം കാണും. 1/2 കിലോ തികച്ചില്ല. അപ്പോൾ തെരണ്ടി വയ്ക്കാനായിട്ട് പുള്ളിക്ക് തെരണ്ടി ഒരുപാട് ഇഷ്ടമാണ്. എന്നോട് എന്നും പറയും, എടി തെരണ്ടി വയ്ക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ തെരണ്ടി വയ്ക്കലും അത് വറുത്തര ചേർത്താട്ടോ വെക്കണേ. കുറച്ച് വറുത്തര ചേർത്ത് കുടപ്പുളി ഇട്ട് പറ്റിച്ചിട്ട് വാങ്ങാൻ നേരത്ത് ഈ വറുത്തര ചേർക്കും. ബാക്കിയൊക്കെ സാധാരണ വെക്കും പോലെ തന്നെ വറുത്തരയും കൊണ്ടാണ് വയ്ക്കുന്നത്. അപ്പം ഞാൻ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഉപ്പും ഇട്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് വഴറ്റി എടുക്കാണ്ടോ. പിന്നൊരു വിശേഷം, ഞാൻ പുതിയ മീൻചട്ടി വാങ്ങിച്ചു. ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയൊക്കെ വഴറ്റി വന്നപ്പോൾ ഞാൻ 2 വേപ്പില ഇട്ട് കൊടുത്തു. വേപ്പില എനിക്ക് കുറവായിട്ടോ, കണ്ടോ, വേനൽ വന്ന് കഴിഞ്ഞിട്ട് വേപ്പില സൂക്ഷിച്ചു. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ മുളകും മല്ലിപ്പൊടി ഇതിനകത്ത് ഞാൻ വറുത്തരയ്ക്കണേൽ കുറച്ച് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിനകത്ത് ഞാൻ മല്ലിപ്പൊടി ചേർക്കണില്ല കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഞാൻ പേസ്റ്റാക്കി ഇതിനകത്ത് ഇട്ട് വരട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് പേസ്റ്റാക്കിയതാണ്, നമ്മൾ പൊടിയല്ല കേട്ടോ ഇട്ടത്, പേസ്റ്റാണ്. ശരിക്കും ഒന്ന് വരുന്നത് എണ്ണ തെളിയുന്നത് വരെ നമുക്ക് ഇളക്കിയെടുക്കാം. ശരിക്ക് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 3 കുടപ്പുളി വെള്ളത്തിലിട്ട് കേട്ടോ, കഴുകി വെള്ളത്തിലിട്ട 3 കുടപ്പുളി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം മതി, തിളയ്ക്കട്ടെ. തിളച്ച് നമുക്കിതേ മീൻ കഷ്ണം ഓരോന്നായിട്ട് പെറുക്കിയിട്ട് കൊടുക്കാം. നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ മീൻ വേവാറായിട്ട് മാത്രം നമ്മൾ വറുത്തര ചേർക്കുള്ളൂ കേട്ടോ ഇതിനകത്ത്. അച്ഛൻ എന്നും പറയും തെരണ്ടി വയ്ക്കുന്നു. ഇവിടെ തെരണ്ടി അങ്ങനെ അവർ കൊണ്ടുവരുമ്പോൾ നന്നാക്കി തരുമില്ലല്ലോ. അപ്പോൾ ഇന്നാളിത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ലുലു പോയപ്പോൾ വാങ്ങിച്ചതാണ്. പുള്ളിയുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് ഞാനും ഓർത്തു. പുള്ളിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാരണം ഇവിടുത്തെ അമ്മച്ചിയൊക്കെ ഇത് മേടിച്ച് പറ്റിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുറേ നാളായിട്ടത് പറ്റിക്കാറില്ല. ഇവിടെ ഒന്ന് വേവട്ടെ കേട്ടോ, അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ കറി എന്തായി നമുക്ക് നോക്കാം കേട്ടോ. എവിടം വരെയായി തിളച്ച് നോക്കട്ടെ. വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു 5 മിനിറ്റോടെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വേപ്പിലയും കൂടി അതിൻ്റെ കൂടെ കിടന്ന് ഒരു മണമൊക്കെ പിടിച്ച് വരട്ടെ. എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദിയുണ്ട്. ഒരുപാട് നന്ദി. നോക്കുഞ്ഞാപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഇതിങ്ങനെയൊക്കെ നിങ്ങളൊന്ന് വെച്ച് നോക്കണം കേട്ടോ. തെരണ്ടി ഇഷ്ടമുള്ളവർ ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഇച്ചിരിയോടെ കഴിഞ്ഞിട്ട് നമുക്ക് വറുത്തര ഇട്ട് കൊടുക്കാം കേട്ടോ. വറുത്തരച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വറുത്തര ഒന്നുകൂടെ ആയി കഴിഞ്ഞിട്ട് നമുക്ക് വറുത്തര ഇട്ട് കൊടുക്കാം. കാരണം ഇതിനകത്ത് ഒരുപാട് ചാറ് വേണ്ട. പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. വേപ്പില ശുഷ്കിച്ച് ഇല്ലാണ്ടായി ഉണ്ടോ.
അതെനിക്ക് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ്. കുറേ ദിവസം വെള്ളം ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. വെള്ളം വന്നു തുടങ്ങി, എന്നാലും എൻ്റെ ടാങ്ക് നിറഞ്ഞതുവരെ ചാടിയിട്ടില്ല. അപ്പോൾ ടാങ്ക് നിറയാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുകയാണ്. ഇനി നമുക്കിതേ വറുത്തര ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് വറുത്തര വേണ്ട, കുറച്ച് കഷ്ണമല്ലേ ഉള്ളൂ. ഒരുപാട് വറുത്തര വേണ്ട. പിന്നെ ഇത് കടുക് പൊട്ടിക്കൊന്നും വേണ്ട കേട്ടോ, കാരണം ഞാൻ വറുത്തരച്ചപ്പോൾ വെളിച്ചെണ്ണ ചേർത്താണ് വറുത്തരച്ചേക്കണേ. അതിനകത്ത് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടികളും ചേർത്താണ് വറുത്തരച്ചേക്കണേ. ഇത് കുറച്ചുള്ളൂ എന്ന് ഓർത്തുകൊണ്ട് വേറെയും വറുത്തര ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഞാൻ കുറച്ച് ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ എടുത്തേക്കണേ. കഷ്ണങ്ങൾ ഉടയാതെ നമുക്കത് അവിടെ ഇരുന്ന് ചാറൊന്ന് കുറുകി വരട്ടെ. കരണ്ടിക്കറി ഇവിടെ റെഡിയായി. ഇതെല്ലാവരും നിങ്ങൾ വെച്ച് നോക്കണം കേട്ടോ. കണ്ടോ, സൂപ്പർ കറിയായിട്ട് വന്നിട്ടുണ്ട്. വറുത്തര ചേർത്ത് ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. വറുത്തര ചേർത്ത് വെച്ച് നോക്കും നിങ്ങളെല്ലാവരും. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബായ്. ഗ്യാസ് ഓഫ് ചെയ്തു. ആ വറുത്തരയുടെ മണവും പുളിയുടെ മണമൊക്കെ വരുന്നത് നല്ല മണം കേട്ടോ. വറുത്തരക്കറി, തെരണ്ടി വറുത്തരക്കറി ഇവിടെ റെഡിയായി. ചാറൊക്കെ പറ്റി കുറുകി വരട്ടെ. ലേശം ചോറെടുത്താൽ നമുക്കത് കൂട്ടി ഊണ് കഴിക്കാം.